വാറ്റെന്ന് പറഞ്ഞ സംഭവം ഇവിടെ തുള്ളി തുള്ളിയായിട്ടെന്ന് വെച്ചാൽ വളരെ കുറച്ച് മാത്രം ഇങ്ങനെ വീണോണ്ടിരിക്കുവാണ്. വെറൈറ്റി സംഭവം. ഇത് എന്താണ് സാധനം? ഇത് മൺഭരണികളാണ്. സാർ നമസ്കാരം. നമസ്കാരം. എന്താ പേര്? ഡോക്ടർ അരുൺ മകൻ. ഇത് ചെറിയ ആള്. ഇത് വൈഫിന്റെ അമ്മ. ഇവരുടെ എല്ലാവരും മുടിയിലോട്ട് നോക്കുക. എന്തോ ഒരു പ്രത്യേകതയുണ്ട് എന്ന് വെച്ചാൽ നിങ്ങളൊരു പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഹെയർ സ്പ്രേ ആണ്. അതായത് നമ്മൾ ഹെയർ ഓയിൽ എന്ന് പറയുമ്പോൾ മുടിയിൽ നമുക്ക് കുറച്ച് നേരെ വെക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അതിന് ബദലായിട്ട് അതിൻ്റെ മരുന്നുകളെ, അതായത് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള മുടിയുടെ വളർച്ചയ്ക്ക് പറഞ്ഞിട്ടുള്ള മരുന്നുകളെ അതിൻ്റെ സത്തെടുത്ത് അതിനെ നമ്മൾ ബാഷ്പീകരിച്ച്, അതായത് അർക്കം എന്ന് പറയും, അർക്കകൽപ്പന, അതിനൊരു തലയിലേക്കുള്ളൊരു പ്രൊഡക്റ്റാക്കി മാറ്റാം. മീൻസ് ഹെയർ ഗ്രോത്തിനുള്ളൊരു പ്രൊഡക്റ്റാക്കി മാറ്റിയെടുത്തു നമ്മൾ. ഇതുപോലുള്ള ജീവനുള്ള പച്ചമരുന്നുകളൊക്കെ എടുത്തിട്ടാണല്ലേ ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത്? നമുക്ക് വരുന്ന മരുന്നുകൾ അതിൽ ഹെവി മെറ്റൽ കണ്ടന്റ് അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് നോക്കണം. അപ്പോൾ അത് ചെക്ക് ചെയ്യുന്ന സ്ഥലമാണ് നമ്മുടെ ലാബ്. ചില ഗുളികകളൊക്കെ നമുക്ക് അരച്ചെടുക്കേണ്ട രീതിയുണ്ട്. അപ്പോൾ അങ്ങനെ വേണ്ടത് കൃത്യമായിട്ട് ഇതേപോലെ അരച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ കണ്ടത് എല്ലാത്തിനും മെഷീൻ അല്ലേ? മാൻ പവർ കുറവാണ്, മെഷീനാണ് കൂടുതൽ. അത് നമുക്ക് ആക്യുറസിയും പിന്നെ അതിനൊക്കെ അതിന്റെ വൃത്തി, അതായത് നമ്മൾ മെഷീനിൽ ചെയ്യുമ്പോൾ കിട്ടുന്നത് നമുക്ക് അതിന്റെ നീറ്റ്നെസ്, പിന്നെ അതിൽ ആ കറക്റ്റായിട്ട് നമുക്ക് കൊത്തിയെടുക്കാൻ പറ്റും, പിഴിഞ്ഞെടുക്കാൻ പറ്റും. വെറൈറ്റി സംഭവം. ഇത് എന്താണ് സാധനം? ഇത് മൺഭരണികളാണ്. ഓരോന്നും ഒരു 200 ലിറ്ററൊക്കെ വലിപ്പത്തിലുള്ള മൺഭരണികൾ നമ്മൾ കുഴിച്ചിട്ടേക്കാണിത്. ഇതിനകത്ത് കുഴിച്ചിട്ടേ പോവാ. ഇത് മണ്ണാണിത്. ആ മണ്ണിൽ നാച്ചുറലായിട്ട് നമ്മൾ മൺഭരണികൾക്കകത്താണ് നമ്മൾ ഈ അരിഷ്ടം ഉണ്ടാക്കുന്നത്. വാറ്റെന്ന് പറഞ്ഞ സംഭവം ഇവിടെ തുള്ളി തുള്ളിയായിട്ടെന്ന് വെച്ചാൽ വളരെ കുറച്ച് മാത്രം ഇങ്ങനെ വീണോണ്ടിരിക്കുവാണ്. ഇതെങ്ങനെയാണ് പ്രോസസ് ചെയ്യുന്നത്? ഇത് നമ്മൾ ആ ജ്യൂസ് എടുത്തില്ലേ നേരത്തെ അവിടെ, ആ എടുത്ത ജ്യൂസിനെയും നമ്മൾ അരച്ചെടുത്ത മരുന്നുകളെയും കഷായം വെച്ചെടുത്ത മരുന്നുകളെയും എല്ലാം അതിനകത്തുനിന്ന് ഡിസ്റ്റിൽ ചെയ്തിട്ട് അത് ഡിസ്റ്റിൽ ചെയ്ത് കണ്ടൻസ് ചെയ്ത് അതിനെ ബാഷ്പീകരിച്ച ബാഷ്പത്തെ നമ്മൾ തണുപ്പിച്ച് എടുക്കുന്ന സത്ത്. ഇത് വാറ്റാണെന്ന് കരുതി ആർക്കും വീടുകളിൽ ചെയ്യാൻ സാധിക്കില്ല. കാരണം അതിന് കൃത്യമായിട്ടുള്ള ലൈസൻസും കാര്യങ്ങളും വേണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് കുടിക്കാൻ പറ്റില്ല. നമുക്കൊരു സ്പ്രേ ഫോമാണിത്. അതെ. ഇത് സ്പ്രേ ഫോം ആയ കാരണം നമുക്കിത് എവിടെയെങ്കിലും കൊണ്ടു നടക്കണമെങ്കിൽ എളുപ്പമാണ്. കാരണം നമ്മുടെ ബാഗിൽ ഇരുന്നോളും. കുളിച്ചാലും കുളിച്ചില്ലെങ്കിലും അപ്ലൈ ചെയ്യാം. കുളിച്ചില്ലെങ്കിലും അപ്ലൈ ചെയ്യാം. നമുക്ക് ഹെയർ ഒന്ന് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് അപ്ലൈ ചെയ്ത ശേഷം ജസ്റ്റ് മസാജ് ചെയ്ത് ചീപ്പ് കൊണ്ട് ചെയ്യി ഹെയർ സെറ്റ് ചെയ്യാനും പറ്റും. എന്ന് വെച്ചാൽ ഈ ഹെൽമെറ്റ് ഒക്കെ വെച്ച് പോകുമ്പോൾ, ഹെൽമെറ്റ് വെച്ച ആളുകൾക്ക്, ഈ ഹെൽമെറ്റ് വെക്കുന്ന ആളുകൾക്കുള്ള ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാണ് മുടി കൊഴിഞ്ഞു പോകുന്നത്. അത് നമുക്ക് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്കത് നല്ല മണം കിട്ടുകയും ചെയ്യും. നല്ല മണം കിട്ടും. ഡോക്ടർ പേരെന്താ? എൻ്റെ പേര് കാർത്തിക. ഡോക്ടർക്ക് എന്തായിരുന്നു പറ്റി? എനിക്ക് എൻ്റെ ഡെലിവറിക്ക് ശേഷം നന്നായിട്ട് ഹെയർ ഫോൾ ഉണ്ടായിരുന്നു. നന്നായിട്ട് ഹെയർ ഫോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തൊടുമ്പോഴേക്കും മുടി പോകുന്ന ഒരു അവസ്ഥയിലായിരുന്നു. അപ്പം അതിൽ നിന്ന് ഒരുപാട് മാറ്റം വന്നു. അത് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഫോൾ ഇല്ല എന്ന് പറയാം. ഡോക്ടർ എങ്ങനെ ഇത് ഉപയോഗിക്കുന്ന? ബോട്ടിൽ എടുക്കുന്നു, നമ്മൾ ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്യണം. 2 to 3 പഫ് ഇങ്ങനെ അടിച്ചു കൊടുക്കുക. മസാജ് ചെയ്തിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അബ്സോർബായി സ്കാൽപ്പിൽ അത് പിടിച്ചോളൂ. ഇത് എപ്പോഴൊക്കെ ചെയ്യേണ്ടത്? നമുക്ക് 2 നേരം ചെയ്യാം. നമ്മുടെ ഈ പ്രോഡക്റ്റ് വേണ്ടവർ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ അതിൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ട്. ആ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം.